ദളപതി വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രമായ ദളപതി 69ന്റെ ഓരോ അപ്ഡേറ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. ഇപ്പോഴത്തെ ദളപതി 69ന്റെ പൂജ ഇന്ന് ചെന്നൈയിൽ നടന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച മലയാളി സെൻസേഷണൽ താരമായ മമിത ബൈജു ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നതാണ് വലിയ ആവേശം. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അനിരുദ്ധ് രവിചന്ദ്രനാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന താരങ്ങളെ ഒഫീഷ്യലായി പ്രൊഡക്ഷൻ ഹൗസ് കഴിഞ്ഞ ദിവസവും പരിചയപ്പെടുത്തിയിരുന്നു. ദളപതിയുടെ അവസാന ചിത്രം എന്ന് പറയപ്പെടുന്ന ഈ ചിത്രത്തിൽ നായിക വെറുതെ ഒരാളാകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പൂജ ഹെഗ്ഡെ പിന്നീട് തീരുമാനിച്ചത്. ബോബി ഡിയോളും പൂജ ഹെഗ്ഡെയും ചിത്രത്തിൽ എത്തുന്നു എന്ന സ്ഥിരീകരണം നേരത്തെ തന്നെ ഔദ്യോഗികമായി വന്നിരുന്നു. ഇപ്പോൾ ഇതാ മലയാളികളുടെ പ്രിയ താരമായ മമിത ബൈജുവും ദളപതി 69ന്റെ ഭാഗമാകുന്നു എന്ന നിർമ്മാണ കമ്പനി വെളിപ്പെടുത്തിയതോടെ മലയാളികൾക്ക് വലിയ ആവേശമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ വലിയ ആരാധകരുള്ള ദളപതി വിജയുടെ ചിത്രത്തിൽ പ്രേമലുവിലൂടെ ബ്ലോക്ക് ബസ്റ്റർ വിജയം ഭാഷാഭേദമന്യേ നേടിയ യങ് സെൻസേഷണൽ താരം മമിത ബൈജു കൂടി എത്തുമ്പോൾ മലയാളികൾക്കും ഓരോ മലയാളി പ്രേക്ഷകനും അഭിമാനവും ഒപ്പം ചിത്രത്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇരട്ടിയാകുകയും ചെയ്യുകയാണ്. ചിത്രത്തിലെ പ്രധാന റോളുകളിൽ ബോബി ഡിയോളും പൂജ ഹെഗ്ഡെയും പ്രിയാമണിയും മമിത ബൈജു, പ്രകാശ് രാജ, ഗൗതം വാസുദേവ് മേനോൻ തുടങ്ങിയ വമ്പൻ താരനിര തന്നെയാണ് ഉള്ളത്. ചിത്രത്തിന്റെ പൂജയിൽ വിജയ്ക്കൊപ്പം തന്നെ പൂജ ഹെഗ്ഡെയും ബോബി ഡിയോളും മമിത ബൈജു തുടങ്ങിയവരും നിർമ്മാതാക്കളും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമൊക്കെയും പങ്കെടുത്തു. തമിഴിൽ കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കട് കെ നാരായണയാണ് KVN പ്രൊഡക്ഷന്റെ പേരിൽ ചിത്രം നിർമ്മിക്കുന്നത്. ഒപ്പം ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് NKയുമാണ് സഹനിർമ്മാണം. ഈ വർഷം ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രം 2025 ഒക്ടോബറിൽ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച വിജയുടെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരിക്കും ദളപതി 69 എന്നാണ് ഓരോ അപ്ഡേറ്റും നൽകുന്ന പ്രതീക്ഷകൾ. ആരാധകർക്ക് ആവേശം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഇനിയും ദളപതി 69ൽ നിന്ന് ഉണ്ടാകുമെന്നും മറ്റു താരങ്ങളെക്കുറിച്ചും അണിയറ പ്രവർത്തകരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പങ്കുവെക്കുമെന്നും KVN പ്രൊഡക്ഷൻസ് അറിയിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ചിത്രത്തിനെക്കുറിച്ച് വമ്പൻ പ്രതീക്ഷ നൽകുന്നത്. ദളപതിയുടെ അവസാന ചിത്രമായതുകൊണ്ട് തന്നെ വമ്പൻ താരനിരയും പല പ്രത്യേകതകളും പ്രഖ്യാപനങ്ങളും ഒക്കെയും ദളപതി 69ൽ ഇനിയും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ മലയാളികളും ഈ ചിത്രത്തിന് വേണ്ടിയും ഇതിന്റെ അപ്ഡേറ്റുകൾക്കായും കാത്തിരിക്കുകയാണ്.